ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട വീഡിയോയാണ്. വേറെ ഒന്നുമല്ല, ഒരു ആപ്ലിക്കേഷൻ അത് വ്യാജനാണോ അല്ലെങ്കിൽ RBI അപ്രൂവ്ഡ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നും രണ്ടും പേരുള്ള എനിക്കിതിൽ നിന്ന് റിക്വസ്റ്റ് അയച്ചിരിക്കുന്ന വാട്സപ്പ് ഈ ഒരു ആപ്പിനെ കുറിച്ച് ചെയ്യാമോ, അല്ലെങ്കിൽ ഈ ആപ്പ് RBI അപ്രൂവ്ഡ് ആണോ, ഇതെങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു 150 പേരോളം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, 2-3 പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ദയവ് ചെയ്ത് നിങ്ങൾ ഇതാരും ലോൺ എടുക്കരുതിൽ നിന്നും, ഇത് വ്യാജ ലോൺ ആപ്പാണ്. അപ്പോൾ ലിങ്കോ ഒരു കാര്യങ്ങളോ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ഞാൻ അതിന് താഴെ പെട്ടെന്ന് ലോൺ കിട്ടുന്ന RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ചോദിച്ച് ദയവ് ചെയ്ത് ആരും വിളിക്കരുത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാനൊരു ആപ്പിൽ നിന്ന് ലോൺ എടുക്കാൻ ഈ ഒരു ആപ്പിൽ നിന്ന് ഞാൻ ലോൺ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് 2000 രൂപയാണ് കാണിച്ചിരിക്കുന്നത് 7 ദിവസത്തേക്ക്. അതിൻ്റെ താഴെ സർവീസ് ഫീ ആയിട്ട് വന്നിരിക്കുന്നത് 800 രൂപയാണ്. അപ്പോൾ ഞാൻ 2000 രൂപ എടുത്താൽ 800 രൂപ കട്ടാകും, 1200 രൂപ എനിക്ക് കിട്ടും. ഞാൻ തിരിച്ച് ഈ 2000 രൂപ തന്നെ അടയ്ക്കണം. അപ്പോൾ ഹ്യൂജ് ഇൻട്രസ്റ്റാണ് വരുന്നത്. അതിനുപരി ഇത് 7-day ലോൺ ആപ്പാണ്. അപ്പോൾ ഇത് വ്യാജ ലോൺ ആപ്പാണ്. അപ്പോൾ ക്രെഡിറ്റ് ആപ്പിൾ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു ആപ്പ് വ്യാജനാണ്, RBI അപ്രൂവ്ഡ് അല്ല. അവർ ഭീഷണിയുണ്ട്, പക്ഷേ മറ്റ് ആപ്പുകളെ പോലെ അങ്ങനെ എടുത്തുകൊണ്ടേ തന്നെ തെറിവിളിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അന്യമായ രീതിയിലാണ് എന്നോട് ഇടപെട്ടത്. നിങ്ങളോട് എങ്ങനെയാണ് ഇടപെട്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ അല്ലെങ്കിൽ മെസ്സേജ് സെക്ഷനിൽ നിങ്ങൾ ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാൻ വേണ്ടി ഞാൻ ഇതിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ ലോൺ നെറ്റ് നമ്പർ എന്നാണ്, സാധാരണ നിങ്ങൾക്ക് വരുന്ന പോലെ തന്നെയാണ് നെറ്റ് നമ്പർ എന്നാണ് കോൾ വന്നിരിക്കുന്നത്, വാട്സപ്പ് വന്നിരിക്കുന്നത്. ഹലോ സർ, ഫ്രം ക്രെഡിറ്റ് ആപ്പിൾ സർ, 15 बजे പേയ്മെൻറ്റ് കരേ സർ, സ്ക്രീൻഷോട്ട് സെൻഡ് കരേ ദേനാ സർ. അപ്പോൾ പേയ്മെൻറ്റ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തതിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഡീറ്റെയിൽസെല്ലാം നോക്കി പേയ്മെൻറ്റ് അടച്ചു. ഇതാണ് പേയ്മെൻറ്റ് അടച്ച സ്ക്രീൻഷോട്ട്. അപ്പോൾ അവർ അപ്ഡേറ്റ് ആയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്ഡേറ്റ് ആയി, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഭീഷണി ഉണ്ടോ പോലും ഇല്ല പോലും, നമുക്ക് ഇത്രയും ഹ്യൂജ് ഇൻട്രസ്റ്റ് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അവരെനിക്ക് തരാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ അത് അടച്ചതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് തരാനുള്ള ലോണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഈ 5000 രൂപയാണ് എനിക്ക് തന്നിരിക്കുന്നത്. 5000 രൂപയിൽ പ്രോസസ്സിംഗ് ഫീസ് തന്നിരിക്കുന്നത് 2000 രൂപയാണ്. എനിക്ക് 3000 രൂപ കിട്ടും. ഞാൻ 5000 രൂപ തിരിച്ചടയ്ക്കണം. ഒരിക്കലും നടക്കാത്ത കാര്യം അല്ലേ. നിങ്ങൾ ഇത് ഒടുക്കത്തെ ഇൻട്രസ്റ്റ് ആണ്, ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. അതിലുപരി ഇവരെ പറ്റിക്കാൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആളുണ്ട്. വീണ്ടും കുറിച്ച് കഴിയുമ്പോൾ കൂടുതൽ തുക എടുത്തിട്ട് ഒറ്റയടിക്ക് മുങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അവരവരുടെ രീതിയിൽ ചെയ്യട്ടെ. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എനിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ലായിരുന്നു. സാധാരണ ലോൺ ആപ്പിൽ നിന്ന്, വ്യാജ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ 6ാമത്തെ ദിവസം വന്നിട്ട് തെറിവിളിയും മറ്റ് കാര്യങ്ങളാണ് അവർ വിളിക്കുന്നത്. പക്ഷേ ഇവർ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ആപ്പ് പാകിസ്ഥാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ അല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ക്ലിയർ ആയിട്ട് ഈ 5000 രൂപ അടയ്ക്കുകയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ടൈമിൽ കിട്ടുന്ന 7000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ആ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രോഡ് ലോൺ ആപ്പുകാരുടെ ആ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് ലോൺ എടുക്കരുത്. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊന്നും ഞാൻ കൊടുക്കില്ല. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതിൽ നിന്ന് ലോൺ എടുക്കുക. ഇനി അടുത്ത തവണ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ 5000 രൂപ എടുത്തിട്ട് അവർ വിളിച്ച് ഈ 5000 രൂപ എടുത്തതിന് ശേഷം ഞാൻ അടയ്ക്കുന്നില്ല. അതിനുശേഷം അവരെന്താണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ലോൺ എടുത്തതിന് ശേഷം ഞാൻ അടയ്ക്കില്ല. 6-7 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചാലും അടയ്ക്കില്ല. അപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, വാട്സപ്പിൽ ഫോട്ടോസ് അയക്കുന്നുണ്ടോ, മെസ്സേജ് അയക്കുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലുപരി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജസ്റ്റ് ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മതി. നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും മാത്രം മതി അവർക്ക്. എൻ്റെ ആധാർ കാർഡോ പാൻ കാർഡോ ഒരു ഡീറ്റെയിൽസ് പോലും ഞാൻ കൊടുത്തില്ല. അപ്പോൾ അത് എന്താണ് അവർ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൈവസിയാണ് അവർക്ക് ആധാരമായിട്ട് വേണ്ടത്. അതായത് നമ്മുടെ പ്രൈവസിയാണ് അവരുടെ തുറുപ്പ് ചീട്ട്. ഇപ്പോൾ നമുക്ക് ലോൺ അഗേൻസ്റ്റ് ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ബൈക്ക് ലോൺ ആണെങ്കിൽ അവർക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോകാം. പക്ഷേ ഇവർക്ക് നമ്മുടെ പ്രൈവസിയാണ്, ആ നമ്മുടെ പ്രൈവസിയിൽ കടന്നു കയറിയാണ് അവർ ലോൺ അടപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അറിയാവുന്ന ആൾക്കാരുടെ ഒന്ന് ചോദിക്കുക, ഇത് RBI അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്ന്. അതിനുശേഷം നിങ്ങൾ എടുക്കുക. വെറുതെ നമ്മൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടരുത്. ഇപ്പോൾ പിന്നെ ആർക്കും അങ്ങനെ ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ ലോൺ ആപ്പ് ഇതാണ് എല്ലാവർക്കും അറിയാം. എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെയാണ് ലോൺ ആപ്പ് എല്ലാവർക്കും അറിയാം, പിന്നെ യാതൊരു ഇഷ്യൂസും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.